ചിന്താ വിഷയം ഇത് തന്നെയായിരിക്കണം. നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനീതിയും അക്രമവും ഉച്ചനീചത്വവും തൻ പോരായ്മയും സ്വന്തക്കാരെയും ബന്ധക്കാരെയും സഹായിക്കുന്നതുമായ ആ സോഷ്യൽ ഘടന സ്വാതന്ത്ര്യം കിട്ടിയ നാളിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, അത് എങ്ങനെ സംഭവിച്ചു, ഏത് രീതിയിൽ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും പഠന വിധേയമാക്കേണ്ട ഒരു സംഗതിയാണ്. എല്ലാ സ്വതന്ത്ര പൗരന്മാർക്കും തുല്യ നീതി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയാണ് നമുക്കുള്ളത്. ആ ഭരണഘടനയിൽ അടിസ്ഥാനമായ ആരോഗ്യപരമായ ഒരു സാമൂഹ്യ ഘടന ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാനായി നമ്മുടെ പങ്കെന്താണെന്ന് നാം ആദ്യം തിരിച്ചറിയണം. ഇപ്പൊ ഗവൺമെന്റ് സ്റ്റാഫ് കാണും, അല്ലെങ്കിൽ അഭിഭാഷകൻ കാണും, അല്ലെങ്കിൽ കച്ചവടക്കാരൻ കാണും. അവർക്ക് എല്ലാവർക്കും സമൂഹത്തിൽ അവൻ്റേതായ പങ്കുണ്ട്. ആ പങ്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുമ്പോഴാണ്, തെറ്റുകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ്, അനീതിയെ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ്, അസമത്വത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് സാമൂഹിക ഘടന ആരോഗ്യപരമായി നിലനിൽക്കുന്നത്. അത് നമുക്ക് നൽകിയിട്ടുള്ള, നമ്മുടെ പൂർവികർ നൽകിയിട്ടുള്ള ഈ സാമൂഹിക ഘടന വലിയ കോട്ടം സംഭവിക്കാതെ, വലുതായ മുറിവ് സംഭവിക്കാതെ വരും തലമുറയ്ക്ക് കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. വരും തലമുറ നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും, എല്ലാ അസുലഭ ഭാഗ്യങ്ങളും, സമൂഹത്തിൽ നിന്ന് എന്തെല്ലാം നമുക്ക് സിദ്ധിക്കുന്നു, അതെല്ലാം അവർക്കും അനുഭവിക്കാനുള്ള ഒരു പശ്ചാത്തലം സാമൂഹിക ഘടന അതിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. അവിടെ ജാതീയമായോ വർഗീയമായോ വേർതിരിവുണ്ടാക്കി സമൂഹം തന്നെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത പശ്ചാത്തലം ഉണ്ടാക്കാൻ ആര് ശ്രമിക്കും?